ചാന്നാർ ലഹള 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള വലിയൊരു പ്രതികരണമായിരുന്നു ചാന്നാർ ലഹള. പ്രധാനമായും ഹിന്ദു നാടാർ വിഭാഗത്തിലെ സ്ത്രീകളാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. അന്നത്തെ ആചാരപ്രകാരം താഴേക്കിടയിലുള്ള സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദമുണ്ടായിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെയാണ് അവർ പോരാടിയത്. ചാന്നാർ ലഹളയെ മാറുമറയ്ക്കൽ സമരമെന്നും മേൽമുണ്ട് സമരമെന്നും വിളിക്കാറുണ്ട്. വർഷങ്ങളോളം നീണ്ടുനിന്ന പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ വിജയം സ്ത്രീകളുടെ ഭാഗത്തായിരുന്നു. 1859 ജൂലൈ 26 അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ഉത്രം തിരുനാൾ മഹാരാജാവ് ചരിത്രപരമായ ആ ഉത്തരവിറക്കി. എല്ലാ ജാതിയിലുമുള്ള സ്ത്രീകൾക്ക് തങ്ങളുടെ ആഗ്രഹപ്രകാരം മേൽവസ്ത്രം ധരിക്കാൻ ഈ വിളംബരം അവകാശം നൽകി. ഈ വിളംബരം പുറപ്പെടുവിപ്പിക്കാൻ രാജാവിനുമേൽ സമ്മർദ്ദം ചെലുത്തിയത് അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് ഹാരിസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ശക്തമായ നിർദ്ദേശമാണ് തിരുവിതാംകൂറിലെ ഈ വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കിയത്.